ഇംഗ്ലീഷ് ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച വിവാദ അഭിമുഖത്തിലെ PR ഏജൻസിയുടെ ഇടപെടലിൽ മുഖ്യമന്ത്രി മൗനം തുടരുകയാണ്. ഏജൻസിയെ തള്ളിപ്പറയാത്തത് PR ഏജൻസി ബന്ധത്തിന് തെളിവാണ് എന്ന ആരോപണവും ശക്തമാണ്. ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി PR ഏജൻസികളെ നിയോഗിച്ചതെന്നും ആര് പണം നൽകുന്നു എന്നുമുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തലസ്ഥാനത്ത് തിരികെ എത്തും. വിവാദങ്ങളിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നത് നിർണായകമാണ്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നു. അമൽ, നമസ്കാരം. ഈ PR ഏജൻസിയെ ആര് നിയമിച്ചു എന്നതിനപ്പുറം എനിക്ക് തോന്നുന്നു ആര് PR ഏജൻസിക്കായി അവരുടെ പ്രതിഫലം പണം നൽകുന്നു എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതും നമ്മുടെ പൊതു ഖജനാവിൽ നിന്നാണ് നൽകുന്നത് എങ്കിൽ അത് ജനങ്ങളുടെ മേലുള്ളൊരു വലിയ ഭാരമാണ്, ജനങ്ങളോട് കാണിക്കുന്ന മര്യാദകേടാണ് എന്ന് വേണം പറയാൻ. ആ തരത്തിൽ ഏതെങ്കിലും വിശദീകരണം ഇന്നുണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ടോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും? ഹിന്ദു ദിനപത്രത്തിൽ വന്ന ആ ഒരു മുഖ്യമന്ത്രിയുടെ അഭിമുഖം എന്ന് പറയുന്നത് പല തരത്തിലും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പിടിച്ചു കുലുക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ വലിയ പ്രത്യാഘാതമുണ്ടാക്കാൻ പോകുന്ന ചില പ്രതികരണങ്ങൾ മുഖ്യമന്ത്രിയുടേത് എന്ന പേരിൽ ആ അഭിമുഖത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. പക്ഷേ അത് താൻ പറഞ്ഞ കാര്യങ്ങളല്ല എന്ന് മുഖ്യമന്ത്രി കൃത്യമായി തന്നെ വിശദീകരിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പരാതിയായി തന്നെ ഈ വിഷയം ഹിന്ദു ദിനപത്രത്തെ അറിയിക്കുകയും പത്രം ആ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകുകയും ചെയ്തു. ആ വിശദീകരണം എന്ന് പറയുന്നത് ഇത് മുഖ്യമന്ത്രി നേരിട്ട് പറഞ്ഞ കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടക്കുന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്ന രണ്ടാളുകൾ, അതായത് ഈ അഭിമുഖത്തിന് സാഹചര്യം ഒരുക്കിക്കൊടുത്ത കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയുടെ രണ്ട് പ്രതിനിധികൾ മുഖ്യമന്ത്രിക്കൊപ്പം ഈ അഭിമുഖം നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ആ രണ്ട് പേരിൽ ഒരാൾ നൽകിയ ഒരു കുറിപ്പാണിത്. ഇത് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇതുകൂടി ഉൾപ്പെടുത്തിക്കോളൂ നിങ്ങളുടെ അഭിമുഖത്തിൽ എന്ന് പറഞ്ഞ് നൽകിയ കാര്യമാണ് എന്നുള്ളതാണ് പത്രത്തിന്റെ വിശദീകരണം. അപ്പോൾ അങ്ങനെ ഈ അഭിമുഖം ഒരു ദേശീയ ദിനപത്രത്തിന് ഇത്തരത്തിലൊരു അഭിമുഖം കേരള മുഖ്യമന്ത്രിയുടെ അഭിമുഖം നടത്തണമെങ്കിൽ ഒരു ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത്. മുഖ്യമന്ത്രി കോഴിക്കോട് ഇന്നലെ വിഷയത്തിൽ കൃത്യമായി തന്നെ ഒരു വിശദീകരണം നൽകി. പക്ഷേ ഒരു ഏജൻസി എന്നുള്ള വിഷയത്തിൽ ഒരു ഏജൻസി ഉണ്ടോ എന്നുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി ഒന്നും പറയാൻ തയ്യാറായില്ല. ഇനിയിപ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് ഒരു വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ ഒരു അഭിമുഖം കൊടുക്കണമെങ്കിൽ ഏതെങ്കിലും ഏജൻസിയുടെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നു വരുന്നത്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനവും അതുതന്നെയാണ്. ഇങ്ങനെ ഒരു ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസിക്ക് മോദി ഇപ്പോൾ ചോദിച്ചതുപോലെ അതിന് പ്രതിഫലം നൽകുന്നത് ആരാണ്? പാർട്ടിയാണോ അതോ സർക്കാരാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ആ വിഷയത്തിലടക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നിലവിൽ എന്തായാലും തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാനുള്ള തീരുമാനമൊന്നും എടുത്തിട്ടില്ല. വരും ദിവസങ്ങളിൽ സഭാ സമ്മേളനം നടക്കാൻ പോകുന്നു. 4-ാം തീയതി തൊട്ട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിയമസഭ ചേരുകയാണ്. അപ്പോൾ ആ വിഷയങ്ങളെല്ലാം തന്നെ ഈ പറയുന്ന വിഷയം അടക്കം സഭയിൽ വലിയ തോതിൽ കോളിളക്കം സൃഷ്ടിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ സർക്കാരും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും ഈ വിഷയത്തിൽ ആദ്യം നൽകിയ വിശദീകരണം ഈ മലപ്പുറം എന്നൊരു ജില്ലയെ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്വർണ്ണക്കടത്തിന്റെ വിഷയം അടക്കം പ്രതിപാദിച്ചുകൊണ്ട് നടത്തിയ ഒരു പരാമർശത്തിൽ എത്രത്തോളം പ്രതിരോധത്തിലായോ വലിയ തോതിൽ ഒരു സാമുദായിക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായിരുന്നു അത്. അതിനുശേഷം നൽകിയ വിശദീകരണം ഇത് താൻ നൽകിയ അഭിമുഖമല്ല എന്ന് നൽകിയ വിശദീകരണത്തിൽ അതിൽ കൂടുതൽ പ്രതിരോധത്തിലായോ ഒരു PR ഏജൻസിയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള തരത്തിലേക്ക് അത് വ്യാഖ്യാനിക്കപ്പെട്ടോ എന്നുള്ള തരത്തിലും സംശയമുണ്ട്. എന്തായാലും നിലവിൽ ഈ വിഷയത്തിൽ എന്ത് വിശദീകരണം നൽകണം എന്നറിയാതെ പറയുന്നു. ആ വിശദീകരണം എന്തായിരിക്കും എന്നറിയാനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇനി വിശദീകരണം ഉണ്ടാകുമോ എന്ന് തന്നെ അറിയില്ല.